നമസ്തേ, ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം. അജിത് കുമാർ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ஒரு ரெட் டிராகன் அவன் போட்ட ரூல்ஸ அவனே பிரேக் பண்ணிட்டு வந்திருக்கானா? அவன் மூச்சிலேயே முடிச்சிருவான். വിടാമുയർച്ചയ്ക്ക് ശേഷം അജിത് കുമാർ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ആദിക് രവിചന്ദ്രനാണ്. അജിത്തിന്റെ 63ാമത് ചിത്രമാണിത്. തൃഷയാണ് ചിത്രത്തിലെ നായിക. അർജുൻ ദാസ്, പ്രസന്ന, യോഗി ബാബു, സുനിൽ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. തികച്ചും ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കിയ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആദിക് രവിചന്ദ്രനോടൊപ്പം രവി കന്ദസ്വാമി, ഹരീഷ് മണികണ്ഠൻ എന്നിവർ ചേർന്നാണ്. മൈത്രി മൂവി മേക്കേഴ്സാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചില സമയങ്ങളിൽ അതെല്ലാം പണണം ബേബി. അഭിനന്ദൻ രാമാനുജം ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തും. പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനിലെ 36 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി ആശീർവാദ് സിനിമാസ്. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം, ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്രാം എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇൻട്രോ വീഡിയോകൾ ശ്രദ്ധേയമാകുന്നു. ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ഇൻട്രോ വീഡിയോകളാണ് 18 ദിവസങ്ങൾ കൊണ്ട് പുറത്തിറക്കിയത്. ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഈ അണ്ടർവേൾഡ് മെഗാ സിൻഡിക്കേറ്റിനെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന, അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയ വീഡിയോകളിൽ ജെയ്സ് ജോസ് എന്ന നടന്റെ കഥാപാത്രം മുതൽ നായകൻ മോഹൻലാൽ ചെയ്യുന്ന അബ്രാം ഖുറേഷി വരെയുള്ള കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. വമ്പൻ വിജയമായ ലൂസിഫറിന്റെ പ്രീക്വലായി വരുന്ന എമ്പുരാന്റെ രചന മുരളി ഗോപിയും ഛായാഗ്രഹണം സുജിത് വാസുദേവുമാണ്. മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററുകളിലെത്തും. നവാഗതനായ വിഷ്ണു പ്രസാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന പുതിയ ചിത്രമാണ് പ്രതിമുഖം. നീ എന്നോട് പറ, എന്താ നിന്റെ പ്രശ്നം? സാറേ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണം എന്നറിയാമോ? ആഹാരം, ജലം, ഭക്ഷണം, ഇതൊക്കെയല്ലേ. തിരുവല്ല കേന്ദ്രീകൃതമായിട്ടുള്ള ദോഹ പ്രവാസികളുടെ കൂട്ടായ്മയായ മൈത്രി വിഷ്വൽസിന്റെ പുതിയ ചിത്രമാണ് പ്രതിമുഖം. പുരുഷനായി ജനിക്കുകയും മനസ്സുകൊണ്ട് ഒരു സ്ത്രീയായിരിക്കുകയും ചെയ്ത് സമൂഹത്തിൽ ഉൾവലിഞ്ഞു ജീവിക്കുന്ന മധു എന്ന പുരുഷന്റെ ജീവിത സാഹചര്യങ്ങളാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥ് ശിവ, രാജീവ് പിള്ള, മുന്ന, സുധീഷ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഡോക്ടർ വിശാൽ ജോൺസന്റെ വരികൾക്ക് സംഗീതമൊരുക്കിയത് ടോണി ജോസഫ്. മോഹൻ ഐരൂർ, KM വർഗീസ്, ലൂക്കോസ് K ചാക്കോ, AK ഉസ്മാൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജഗദീഷ്, ഇന്ദ്രൻസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് പരിവാർ. മാന്യരെ, ഹസ്തനപുരി 4-ാം വാർഡിൽ കുരുവംശവിലാസത്തിൽ ഭാസ്കരപിള്ള അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഭാരത് മാതാ കി ജയ്. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് പരിവാർ. ഫാമിലി കോമഡി എന്റർടൈനറായ ചിത്രം കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നു. എത്ര ദിവസം കൂടി ഉണ്ടാവും? ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആൻ സജീവ് PK എന്നിവർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് അൽഫാസ് ജഹാംഗീറാണ്. പ്രശാന്ത് അലക്സാണ്ടർ, മീനാരാജ്, ഭാഗ്യ, ഋഷികേശ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നു. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം പകരുന്നത് ബിജിപാൽ. ഭാസ്കർജി ഒന്ന് ചിരിച്ചേ. ട്രെയിലർ ടൈം പൂർണ്ണമാകുന്നു. നമസ്തേ.